കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ചിലരുടെ ജാതകം നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്നിലധികം വിവാഹയോഗം കാണും, അല്ലെങ്കിൽ വിവാഹയോഗമേ ഇല്ലായ്മ കാണും. ഇതിനൊരു പരിഹാരമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ജാതകം പരിശോധിക്കുമ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പുരുഷന്മാർക്കാണെങ്കിൽ 7-ാം ഭാവവും സ്ത്രീകൾക്കാണ് 8-ാം ഭാവവും നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ലഗ്നാല ചന്ദ്രാല ശുക്രാലൊക്കെ 7ഉം 8ഉം ഭാവം നമ്മൾ ചിന്തിക്കണം. വിവാഹകാരനായ ശുക്രൻ നിൽക്കുന്ന രാശി നമ്മൾ ശ്രദ്ധിക്കണം. ശുക്രനെ വേറെ ഏതെങ്കിലും നിജഗ്രഹങ്ങൾ വീക്ഷണം ചെയ്യുന്നുണ്ടെന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞ വിവാഹയോഗം, എത്ര വിവാഹത്തിനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഏത് സമയത്ത് വിവാഹത്തിന് സാധ്യത കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമുക്കത് ജാതകത്തിൽ വിവാഹയോഗം ഇല്ല എങ്കിൽ അതിനെ സന്യാസയോഗമൊക്കെ സാധാരണയായിട്ട് പറയുക. അപ്പോൾ അതിനെ നമ്മൾ സങ്കല്പിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശങ്കരനാരായണന് പൂജ നടത്തണം. 3 ദിവസം അടുപ്പിച്ച് ശങ്കരനാരായണന് പൂജ നടത്തിയിട്ട് സന്യാസത്തിന് പോവുകയാണ്, എല്ലാം ത്യജിച്ച് സന്യാസത്തിന് പോവുകയാണോ സങ്കല്പത്തിൽ അവനവൻ ഒരു ഷർട്ട്, ഒരു ഡബിൾ മുണ്ട്, ഒരു തോർത്ത്, ഒരു പച്ചക്കറി, പിന്നെ അവനോട് ഉപയോഗിക്കുക എന്തെങ്കിലും ഒരു ആഭരണ വസ്തുക്കൾ, ഒരു ചെറിയ മോതിരം, എന്തെങ്കിലും ഒരു ആഭരണം, വെള്ളിയായാലും സ്വർണ്ണം ഏതായാലും വിഷയമില്ല, ചെമ്പായാലും മതി. അത് സഹിതം ഒരു ബ്രാഹ്മണന് ദാനം, അവൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാം സർവ്വസംഘ പരിത്യാഗിയായിട്ട് പോവാൻ സങ്കല്പിച്ചിട്ട് അത് ധ്യാനം ചെയ്തിട്ട് നമ്മൾ ഇറങ്ങി പോകുന്നതായിട്ട് സങ്കല്പിച്ച് പുറത്തോട്ട് 10 അടി ചുവട് വെച്ച് പോവുക. എന്നിട്ട് വീടിൻ്റെ ഫ്രണ്ട് വശത്തൂടെ ഇറങ്ങുന്നതിരിക്കും, തിരിച്ച് ഫ്രണ്ട് വശത്തൂടെ കയറാൻ പാടില്ല, പുറവശത്തൂടെ നമുക്ക് തിരിച്ച് കയറിയേക്കാം. അപ്പോൾ ആ സന്യാസ യോഗം അതുകൊണ്ട് നമുക്ക് കഴിയുന്നതാണ്. പിന്നീട് നമുക്ക് ജാതകത്തിൽ ഇനി വിവാഹം, ഒന്നിലധികം വിവാഹം, ചിലർക്ക് 2 വിവാഹം, ചിലർക്ക് 3 വിവാഹം, ചിലർക്ക് 5 വിവാഹമൊക്കെ യോഗം കാണും. 7-8 വിവാഹയോഗം ജാതകത്തിലുള്ളവർ നമ്മുടെ അടുത്തൊന്നും നമ്മൾ പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്നിലധികം വിവാഹയോഗം നമ്മൾ കൂട്ടിയാൽ മതി. അപ്പം അങ്ങനെയുള്ള വിവാഹയോഗം മാറുന്നതിനാണ്. പുരുഷനാണെങ്കിൽ അതിൽ വൃക്ഷങ്ങളെ താലി കെട്ടി ആ താലി പൊട്ടിച്ചു കഴിഞ്ഞാൽ, പഴയ കാലത്തൊക്കെ ജീവികളെ താലി കെട്ടി പൊട്ടിക്കാറൊക്കെ ഉണ്ട്. ഇപ്പം അതൊന്നും വേണ്ട, വൃക്ഷങ്ങളെ എന്തെങ്കിലും താലി കെട്ടി പൊട്ടിച്ചു കഴിയുമ്പോൾ ആ ഒരു വിവാഹയോഗം മാറും. അപ്പോൾ ആ താലി പിന്നെ തീക്കകത്തിടുക എന്നുള്ള, പിന്നീട് ഉപയോഗിക്കാൻ പാടില്ല. ഒരു തടിപ്രതിമ, മൺപ്രതിമ ഒക്കെ നമുക്ക് താലി കെട്ടി അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ആ പ്രതിമയെ നശിപ്പിച്ച് കളയണം. നശിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ദോഷം മാറുന്നതായിരിക്കും. സ്ത്രീകളാണെങ്കിൽ പഴയ കാലത്ത് വാഴക്കല്യാണമൊക്കെ പറയാറുണ്ട്. പുരുഷന്മാർക്കും വാഴക്കല്യാണം ഉണ്ട്, സ്ത്രീകൾക്കാണ് കൂടുതലും കണ്ടുവരാറ് പതിവ്. വാഴയെ ഹാരമണിയിച്ച് വാഴ ഭർത്താവായിട്ട് കണ്ടിട്ട് ആ വാഴ നമുക്ക് മോളോടുകൂടി തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് റൂമിൽ കൊണ്ട് താഴത്ത് വെക്കുക എന്നുള്ളതേ ഉള്ളൂ. പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഈ വാഴ വെട്ടിക്കളഞ്ഞോടി ആ ഒരു വിവാഹയോഗം കഴിഞ്ഞായിട്ട് കണക്കാക്കും. പിന്നെ ഈ സ്ത്രീകളും പ്രതിമ കല്യാണത്തിൻ്റെ രീതി ചെയ്യാറുണ്ട്. പ്രതിമ ഈ മൺപ്രതിമയോ തടിപ്രതിമയോ ഒക്കെ ചെയ്യാറുണ്ട്. ഇല്ലാതെ തന്നെ ചെറിയ നമുക്ക് സ്വയംവര ഹോമമൊക്കെ നടത്തിയിട്ട് ചെറിയ വെള്ളി പ്രതിമയ്ക്കകത്ത്, ആ പുരുഷ പ്രതിമയ്ക്കകത്ത് സ്ത്രീയെ കൊണ്ട് താലി കെട്ടിപ്പിച്ച് അല്ലെങ്കിൽ ഹാരം ഇടിപ്പിച്ചിട്ട് ആ ഒരു ദോഷത്തിനെ അതിലേക്ക് ആവാഹിച്ചിട്ട് അത് നമുക്ക് ഒഴുക്കുവെള്ളത്തിൽ കളയുകയോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ ദോഷം മാറും. പിന്നെ മൺപ്രതിമ വെച്ചിട്ട് നമുക്ക് വിവാഹം നടത്തുന്ന രീതിയുണ്ട്. ഇല്ലാതെ തന്നെ നമുക്ക് ഇതൊന്നും പറ്റുന്നില്ല എന്ന രീതിയിൽ വിവാഹത്തിനുള്ള നമുക്ക് ദിവസം ഒക്കെ നിശ്ചയിച്ച ശേഷം നമുക്ക് വിവാഹത്തിന് മുമ്പായിട്ട് വീട്ടിലുള്ള ആരെയൊക്കെ ഉണ്ടെങ്കിൽ, പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേദവിധി പ്രകാരമൊക്കെ പറയുമ്പോഴത്തേക്കും, ഇപ്പം ഞങ്ങളുടെ ബ്രാഹ്മിൺസിലായാലും അച്ഛനാണ് താലി കെട്ടിയിട്ട് കന്യകാദാനമായിട്ട് ആ ധാന്യവും അതുപോലെ തന്നെ കുട്ടിയും താലിയും എല്ലാം കൂടെ പുരുഷന് ദാനം ചെയ്യുന്നതായിട്ടാണ്, കന്യാദാനമായിട്ട് ഞങ്ങളുടെയൊക്കെ വിവാഹങ്ങൾ അല്ലെ വേളിക്കൊക്കെ നമുക്ക് വരുന്നത്. അത് സങ്കല്പത്തിൽ നമുക്ക് വേറെ ആരെങ്കിലും താലി കെട്ടിയിട്ട് ആ വിവാഹത്തിന് മുമ്പ് ഒരു താലി, ഒരു 2 വിവാഹയോഗം ഉണ്ടെങ്കിൽ ഒരു താലി കെട്ടി പൊട്ടിച്ചങ്ങ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ 2ാമത്തെ വിവാഹം നമുക്ക് മതിയാവും. അങ്ങനെ ആകുമ്പോൾ ഒരു കാര്യമുണ്ട്, ഈ ആദ്യത്തെ വിവാഹം കഴിയുമ്പോൾ ഒരു പട്ടുസാരി കാണുമല്ലോ, അത് സാരി മാറ്റിയ ശേഷം 2ാമത്തെ വിവാഹമാകുമ്പോൾ വേറെ പട്ടുസാരി ഉടുത്തുകൊണ്ട് വേണം നമുക്ക് കല്യാണം നടത്താനായിട്ട്. അപ്പോൾ 2 പട്ടുസാരി ആവശ്യമായിട്ട് വരും. അപ്പം അങ്ങനെയുള്ള 2 വിവാഹയോഗം അതുകൊണ്ട് കഴിയും. അപ്പോൾ ആദ്യത്തെ പട്ടുസാരി ആർക്കെങ്കിലും സാധുക്കൾക്ക് ദാനം ചെയ്യുക, അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യുന്നവർക്ക് ദാനം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതിലൂടെയൊക്കെ നമുക്ക് ഒന്നിലധികം വിവാഹയോഗം മാറ്റിയെടുക്കാൻ സാധിക്കും. വിവാഹയോഗമില്ലായ്മയും ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു പരിഹാരത്തിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യം എന്തായാലും ജാതകം പരിശോധിച്ച ശേഷം മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാവൂ. അറിവില്ലാതെ എന്ന മണ്ഡലത്തിൽ അബദ്ധത്തിൽ ചെന്ന് ചാടാൻ പാടില്ല. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.